إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ അത് പൂർത്തിയാകണമെങ്കിൽ നാം നമ്മുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാളും കൂടുതലായി സ്നേഹിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സർവ്വജനങ്ങളെക്കാളും, മക്കളെക്കാളും, മാതാപിതാക്കളെക്കാളും ഏറ്റവും പ്രിയങ്കരനായി ഞാൻ മാറുന്നത് വരെ നിങ്ങളുടെ ഈമാൻ അത് പൂർത്തിയാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് മറ്റെന്തിനേക്കാളും ഇഷ്ടമാണ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? കേവലം എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ സ്നേഹമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിക്കൊണ്ടാണ്. നമ്മുടെ ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും വിപരീതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചാൽ ആ കൽപ്പന യാതൊരു മടിയും കൂടാതെ സ്വീകരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ഇങ്ങനെ മറ്റെന്തിനേക്കാളും കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോഴേ നമ്മുടെ ഈമാൻ അത് പൂർത്തിയാവുകയുള്ളൂ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകം അത് പൂർണ്ണ അർത്ഥത്തിൽ പാലിച്ചവരായിരുന്നു മഹാന്മാരായ സ്വഹാബികൾ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അതങ്ങേയറ്റം സ്വാധീനിച്ച ആളുകളാണ് സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചു. സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
സ്വന്തം ജീവനേക്കാളും സമ്പത്തിനേക്കാളും കുടുംബത്തെക്കാളും സ്നേഹിക്കുകയും ആദരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്തിരുന്നു. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വഹാബികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിനെ കുറിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് പറഞ്ഞ ഒരു വാക്യപ്രകാരം കാണാം. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്തു അശദ്ദു ഹുബ്ബൻ ലിസാഹിബിഹിം മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ അനുചരന്മാർ സ്നേഹിച്ചതുപോലെ മറ്റൊരു സമൂഹവും തങ്ങളുടെ നേതാക്കളെ കഠിനമായി സ്നേഹിക്കുന്നത് അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ കണ്ടിട്ടില്ല. സമാനമായ വാക്കുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് സ്വഹാബത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹുദൈബിയയിൽ നിന്ന് മടങ്ങുകയാണ്. അദ്ദേഹം അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഹുദൈബിയയിൽ നിന്ന് മടങ്ങി ഖുറൈശികളുടെ അടുക്കലെത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐ ഖൗമി, അല്ലയോ സമൂഹമേ, വല്ലാഹി ലഖദ് വസത്തു ഇലൽ മുലൂക് വവസത്തു ഇലാ കിസ്റ വഖൈസറ വന്നജാശി. ഞാൻ ഒരുപാട് രാജാക്കന്മാരിലേക്ക്, റോമക്കാരെ അടക്കി ഭരിച്ച റോമയുടെ ചക്രവർത്തിമാരിലേക്ക്, നജാഷിയിലേക്ക്, അതുപോലെ തന്നെ കിസ്രയിലേക്ക്, പേർഷ്യയുടെ രാജാക്കന്മാരിലേക്ക് പ്രതിനിധിയായി ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി മാ റഅയ്തു മലികൻ ഖത്തു യുഅദ്ദിമുഹു അസ്ഹാബുഹു മാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ. ഈ രാജാക്കന്മാരിലേക്ക്, ഈ പറഞ്ഞ ചക്രവർത്തിമാരിലേക്ക് ഞാൻ യാത്ര ചെയ്തപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തതുപോലെ മറ്റൊരു രാജാവിനെയും മറ്റൊരു ചക്രവർത്തിയെയും അവരുടെ പ്രജകൾ, അവരുടെ അനുയായികൾ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടെത്തിയിട്ടില്ല. വവല്ലാഹി ഇൻ യതനഖമു നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് തുപ്പിയാൽ ആ തുപ്പൽ വീഴുന്നത് അനുയായികളുടെ കൈകളിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുന്നത് കാത്തിരിക്കുകയാണവർ. ആ തുപ്പൽ അവരുടെ കൈകളിലേക്ക് സ്വീകരിക്കുന്നതിനു വേണ്ടി ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമാക്കപ്പെട്ട ആ ഉമിനീര് അതവിടുത്തെ സഹാബികൾ മുഖത്തും ശരീരത്തിലുമായി തടവുകയാണ് ചെയ്യുന്നത്. വഇദാ അമറഹും ഇബ്തദറു അംറഹു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പന നിറവേറ്റുവാൻ അവർ ധൃതി കൂട്ടുകയാണ് ചെയ്യുന്നത്. വഇദാ തവദ്ദഅ ഇഖ്തതലു അലാ വുദൂഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു കഴിഞ്ഞാൽ ആ വുളു എടുത്ത വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി ആ അനുചരന്മാർ പരസ്പരം തിക്കും തിരക്കും കൂട്ടുകയാണ്. വഇദാ തകല്ലമ ഖഫദു അസ്വാതഹും ഇൻദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ തുടങ്ങിയാൽ സഹാബികൾ അവരുടെ സംസാരത്തിന്റെ ശബ്ദം അത് ചുരുക്കും, അവർ മിണ്ടാതിരിക്കും. വയുഹിദ്ദൂന ഇലൈഹി النظر تعظيما له وما يحدون إليه النظر تعظيما له. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂക്ഷിച്ച് നോക്കുക പോലും അവർ ചെയ്തിരുന്നില്ല എന്ന് ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സമാനതകളില്ലാത്ത ആദരവ്, തുല്യതകളില്ലാത്ത സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഉദാഹരണങ്ങളാണ് ഇസ്ലാമിന് മുൻപ് ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുറൈശികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്നേഹം നോക്കൂ നിങ്ങൾ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചാലല്ലാതെ ഈമാൻ ശരിയാവുകയില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറിച്ചൊന്നും ചിന്തിച്ചില്ല. ഇന്നഹു الآن والله لأنت أحب إلي من نفسي. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണെങ്കിൽ അല്ലാഹു തന്നെ സത്യം, ഇപ്പോൾ മുതൽ എനിക്ക് എന്നേക്കാൾ സ്നേഹം, എന്നേക്കാൾ ഇഷ്ടം അങ്ങയോടാണ് റസൂലേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഖല്ല ലൈലത്തുൻ തഅതി അലയ്യ ഇല്ലാ വഅന അറാ ഫീഹാ ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാത്ത രാത്രികൾ എനിക്ക് വരിക എന്നുള്ളത് വളരെ കുറവായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കാരണം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മിക്ക ദിവസങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാറുണ്ടായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഫമാ റഅയ്തു അഹ്ലൽ മദീനതി ഫരിഹു ബിശൈഇൻ ഫറഹഹും ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം കൊണ്ട് മദീനക്കാർ സന്തോഷിച്ചതുപോലെ മറ്റൊരു കാര്യം കൊണ്ടും മദീനക്കാർ സന്തോഷിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വന്നു എന്നതുകൊണ്ട് അവർ അതിയായി സന്തോഷിച്ചു എന്നാണ്. അതുപോലെ മറ്റൊരിക്കലും, അതില്ലെങ്കിൽ അതിനു മുൻപൊരിക്കലും മദീനക്കാർ അതുപോലെ സന്തോഷിച്ചിട്ടില്ല എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റക്ക് പോകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട സഹാബി. ഈ സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിവരം അറിയിച്ചു. അബൂബക്കർ, താങ്കളാണ് ഹിജ്റയിൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫറഅയ്തു അബൂബക്കറിൻ യബ്കി. സന്തോഷം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. വമാ കുൻതു അഹ്സബു അന്ന റജുലൻ യബ്കി മിനൽ ഫറഹ്. എനിക്കറിയില്ലായിരുന്നു ഒരാൾ സന്തോഷം വന്നാൽ കരയുമായിരിക്കും, സന്തോഷം വന്നാലും ആളുകൾ കരയും എന്നുള്ളത് അറിയില്ലായിരുന്നു. അബൂബക്കർ സന്തോഷം കൊണ്ട് കരഞ്ഞത് കൊണ്ടാണ് ഒരാൾ സന്തോഷം വന്നാലും കരയും എന്ന് ഞാൻ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ പോകുവാൻ താൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അത്രമാത്രം സന്തോഷിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ, അത്ഭുതകരമായ സംഭവങ്ങൾ അദ്ദേഹം പറയുകയാണ്. كان الصحابة رضي الله عنهم يقون رسول الله صلى الله عليه وسلم في الحرب بنفوسهم حتى يصرعوا حوله. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ശരീരം പരിചയാക്കി അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാറുണ്ടായിരുന്നു. യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത് സ്വന്തം ശരീരങ്ങൾ കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്ന അമ്പുകളും ആയുധങ്ങളും സ്വന്തം മാറുകാട്ടി തടുത്തു നിർത്തുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റും മരിച്ചു വീഴുകയും സ്വഹാബികൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി ഇന്നക ലഉഹിബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി. താങ്കളെ എനിക്ക് എന്റെ സ്വന്തം ശരീരത്തേക്കാൾ താങ്കളെ എനിക്ക് ഇഷ്ടമാണ്. വഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ അഹ്ലി. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കുടുംബക്കാരെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം താങ്കളെയാണ്.
വഅഹബ്ബു ഇലയ്യ മിൻ വലദി, എന്റെ മക്കളെക്കാൾ അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് താങ്കളെയാണ് കൂടുതൽ ഇഷ്ടം. വഇന്നി ലഅകൂനു ഫിൽ ബൈതി ഫഅദ്കുറുക ഫമാ അസ്ബിറു ഹത്താ ആതിയക, ഞാൻ എന്റെ വീട്ടിലായിരിക്കുമ്പോൾ താങ്കളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ എനിക്ക് വീട്ടിലിരിക്കാൻ ക്ഷമ വരികയില്ല. അങ്ങനെ താങ്കൾ കാണുന്നതിന് വേണ്ടി ഞാൻ താങ്കളിലേക്ക് കടന്നു വരും. എന്നിട്ട് താങ്കളിലേക്ക് ഞാൻ നോക്കും. അപ്പോൾ മാത്രമാണ് എനിക്ക് സമാധാനമുണ്ടാവുക. വഇദാ ദകർതു മൗതി വമൗതക, അങ്ങനെ ഞാൻ എന്റെയും താങ്കളുടെയും മരണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ ദറജയിലേക്ക് ഉയർത്തപ്പെടും. ഞാനാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ താങ്കളെ കാണാൻ പറ്റുമോ എന്ന പേടിയാണ് എന്റെ മനസ്സിലുണ്ടായിരിക്കുക. നോക്കൂ സഹോദരങ്ങളെ, സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് നോക്കൂ. മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരോടൊപ്പം വലിയ ദർജകളിലേക്ക് എത്തും. എനിക്കേതായാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ദർജയില്ലല്ലോ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ സാധിക്കുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എനിക്കിഷ്ടമുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല. വലാ അജല്ല ഫീ ഐനി മിൻ, എന്റെ കണ്ണുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ആദരണീയനായ മറ്റാരും ഇല്ല. വമാ കുൻതു ഉതീഖു അൻ അംലഅ ഐനയ മിൻഹു ഇജ്ലാലൻ ലഹ്, എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൾ മുഴുവൻ തുറന്ന് പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഞാൻ ഇതുവരെ തുറിച്ചു നോക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം കാരണം സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞത്. ഇതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട ഉപദേശങ്ങൾ നൽകി യമനിലേക്ക് പ്രബോധനത്തിന് അയക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം മുആദ് ഒരിക്കലും താങ്കൾ എന്നെ കണ്ടേക്കുകയില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, നീ തിരിച്ച് യമനിൽ നിന്ന് വരുമ്പോൾ എന്റെ മസ്ജിദിനും എന്റെ ഖബറിനും അരികിലൂടെ ആയിരിക്കും നടന്നു വന്നേക്കുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സങ്കടം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന എന്റെ റസൂലിനെ എനിക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്റെ റസൂലിന്റെ ഖബറിനരികിലൂടെ ആയിരിക്കുമല്ലോ ഞാൻ മദീനയിലേക്ക് കടന്നു വരേണ്ടി വരിക എന്നതാലോചിക്കുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ഇത് സ്വഹാബികളുടെ ചരിത്രമാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിച്ച നിർജീവമായ വസ്തുക്കൾ വരെ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് വളരെ അത്ഭുതം നിറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വത്തിന്റെ സാക്ഷ്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലുള്ള മിമ്പറുകൾ പണിയപ്പെടുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ മരക്കഷ്ണത്തിൽ ചാരി നിന്നായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന് മിമ്പർ പണിഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരക്കഷ്ണം വിട്ട് മിമ്പറിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആ മരക്കഷ്ണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് തേങ്ങി തേങ്ങി കരയുന്നത് സ്വഹാബികൾ കേട്ടു എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി ആ മരക്കഷ്ണത്തെ ഒന്ന് ചേർത്തു പിടിച്ച് തലോടിയപ്പോൾ അതിന്റെ തേങ്ങിക്കരച്ചൽ നിന്നു എന്ന് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്,
الخشبة تحن إلى رسول الله صلى الله عليه وسلم شوقا إليه. ഒരു മരത്തടി, കേവലം ഒരു മരത്തടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം കൊതിച്ചിട്ടുണ്ട് എങ്കിൽ فأنتم أحق أن تشتاقوا إليه. മനുഷ്യരെ, മുസ്ലിമീങ്ങളെ, നിങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ സാമീപ്യത്തെ മരക്കഷ്ണത്തെക്കാൾ കൂടുതൽ ആശിക്കേണ്ടതും കൊതിക്കേണ്ടതും എന്ന് ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായി. മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവൻ പണയം വെച്ച് സംരക്ഷിച്ചയാളായിരുന്നു മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. സ്വന്തം ജീവൻ പണയം വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവൻ അതിന് സംരക്ഷണം ഒരുക്കിയത് ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബി അബി അൻത വ ഉമ്മി, താങ്കളെ സംരക്ഷിക്കാൻ പകരമായി, സംരക്ഷണ വലയമായി ഞാൻ എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും കൊണ്ടു നിർത്താം. ലാ തുശ്രിഫ് യുസീബുക സഹ്മുൻ മിൻ സിഹാമിൽ ഖൗം. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ ഉയരെ വന്നു നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കരുത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ മുശ്രിക്കുകളുടെ അമ്പുകൾ താങ്കളെ തറക്കും. നഹ്രി ദൂന നഹ്രിക്, താങ്കളുടെ നെഞ്ചിൽ മുശ്രിക്കുകളുടെ അമ്പ് തറക്കുന്നതിനെ സംരക്ഷണമായി ത്വൽഹയുടെ നെഞ്ചുണ്ടായിരിക്കും അല്ലാഹുവിന്റെ റസൂലെ എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക. പിന്നീട് ഖൈസ് ഇബ്നു ആസിം എന്ന് പറയുന്ന താബിഈ പറയുകയാണ്, റഅയ്തു യദ ത്വൽഹ ശല്ലാഅ, പിന്നീട് ഞാൻ ത്വൽഹയെ കാണുമ്പോൾ ത്വൽഹയുടെ കൈകൾ മരവിച്ചു പോയിട്ടുണ്ട്. എന്താണ് ത്വൽഹയുടെ കൈകൾക്ക് സംഭവിച്ചത്? വഖാ ബിഹൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഉഹുദ്, ഉഹുദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്ന അമ്പുകൾ സ്വന്തം കൈകൊണ്ട് തടുത്തതിനാൽ ത്വൽഹയുടെ കൈകൾ മരവിച്ചത് പിൽക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് താബിഈങ്ങൾ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിച്ച സഹാബികൾ, സ്വന്തം സമ്പത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നാടിനേക്കാളും വീടിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നെഞ്ചിലേറ്റിയ സഹാബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വീടുപേക്ഷിച്ചവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റും നിന്ന് രക്തസാക്ഷികളായവർ, ഈ സ്നേഹത്തിന് പകരം വെക്കാൻ ആരുടെ സ്നേഹമുണ്ട്? ഇത്രമേൽ തുല്യതയില്ലാതെ, സമാനതകളില്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടിയിട്ടില്ല. അതിനാണ് ഞാൻ ഇത്രയും സംഭവങ്ങൾ പറഞ്ഞത്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടിയിട്ടില്ല. എന്തുകൊണ്ടവർ കൊണ്ടാടിയില്ല? അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം ദീനല്ല, അത് നന്മയല്ല. അത് നന്മയായിരുന്നു എങ്കിൽ ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അത് നന്മയായിരുന്നു എങ്കിൽ നമ്മളെക്കാൾ മുന്നിട്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് അവർ എത്തുമായിരുന്നു എന്നുള്ളതാണ്. മഹാനായ വഹീറുദ്ദീൻ അൽ മഖ്സൂമി, ശാഫിഈ മദ്ഹബിൽപ്പെട്ട മഹാനായ പണ്ഡിതനായിരുന്നു. ഹിജ്റ 646 വഫാത്തായ വഹീറുദ്ദീൻ അൽ മഖ്സൂമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഹാദൽ ഫിഅലു ലം യഖഅ ഫി الصدر الأول من السلف الصالح مع تعظيمهم وحبهم له صلى الله عليه وسلم إعظاما ومحبة لا يبلغ جميعنا الواحد منهم. ഈ ലോകത്തുള്ള
സകല മുസ്ലിമീങ്ങളുടെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഒരുമിച്ചു നിർത്തിയാലും മഹാന്മാരായ മുൻഗാമികളിൽ ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിച്ചതിന് തുല്യമാവുകയില്ല. നമ്മുടെ എല്ലാവരുടെയും സ്നേഹം, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എടുക്കുക. സ്വഹാബത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ സ്നേഹമെടുക്കുക. എല്ലാ മുസ്ലിമീങ്ങളുടെയും സ്നേഹത്തിന് പകരമാകും സ്വഹാബികളിൽപ്പെട്ട ഒരാളുടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത മുൻഗാമികൾ അവരുടെ കാലഘട്ടങ്ങളിൽ മൗലിദാഘോഷം എന്ന ആചാരം ഉണ്ടായിട്ടില്ല എന്ന് ശാഫിഈ മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, മഹാന്മാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉണ്ടായ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഫതബസ്സമ النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു. فضحك النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിച്ചു. فسكت صلى الله عليه وسلم هنينة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പസമയം മൗനത്തോടുകൂടി നിന്നു. حزن النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുഃഖിതനായി. فبكى النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരഞ്ഞു. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സ്വഹാബികളുടെ ഉദ്ധരണികളാണ്. സൂക്ഷ്മമായ ഓരോ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനം മുതൽ അവിടുത്തെ ഓരോ ചലനങ്ങളും സ്വഹാബികൾ ഒപ്പിയെടുത്ത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു ആചാരം, ഇങ്ങനെ ഒരു ആഘോഷം സ്വഹാബികൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടില്ല. അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല, അവർക്ക് ഇങ്ങനെ ഒരു ആഘോഷം അറിയില്ല, പരിചയമില്ല എന്നുള്ളതാണ്. അപ്രകാരം അല്ലാഹുവിന്റെ റസൂലിനോ സ്വഹാബത്തിനോ അറിയാത്തൊരു ആചാരം ഇസ്ലാമിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ കൊണ്ടാടുവാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. അത് ഹറാമായ ഉദ്ഭാവങ്ങളിൽപ്പെട്ട ബിദ്അത്തായ കാര്യമാണ്, പുത്തനാചാരമാണ്. നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് പറയാനല്ല പുത്തനാചാരം, നബിദിനം കഴിക്കുന്നതാണ് പുത്തനാചാരം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ദീനിന്റെ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ആരെങ്കിലും ദീനിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അല്ലാഹുവോ അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ ആചരിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നമ്മൾ ചെയ്യാൻ പാടില്ല. പുത്തനാചാരങ്ങൾ ഒടിയണം, അതിനെ കരുതിയിരിക്കണം. അത് അപകടമാണ്, പരലോകത്ത് വിനാശകരമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദിൽ നിന്ന് തടയപ്പെടുന്ന ആളുകൾ ദീനിൽ പിൽക്കാലത്ത് പുത്തനാചാരങ്ങൾ കടത്തിക്കൂട്ടിയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഉപദേശങ്ങളിൽ പറഞ്ഞത് എന്താണ്? ഓരോ മുസ്ലിമും ചേർത്ത് വെക്കേണ്ട, ആലോചിക്കേണ്ട വാചകങ്ങൾ വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ,
പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. فإن كل محدثة بدعة, ഓരോ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ്. وكل بدعة ضلالة, എല്ലാ ബിദ്അത്തുകളും പുത്തനാചാരങ്ങളും വഴികേടാണ്. ആ വഴികേടുകൾ നരകത്തിലേക്ക് എത്തിക്കുന്ന, പരലോകത്ത് വലിയ നഷ്ടം സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീതുകൾ നൽകിയിരിക്കും. മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ, എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലും ഉത്തമ തലമുറക്കാരായ സ്വഹാബികളും ചെയ്യാത്ത ഇത്തരം ആചാരങ്ങൾ നമുക്ക് ദീനിന്റെ പേരിൽ നടത്തുവാൻ സാധിക്കുക? നമ്മൾ പറഞ്ഞു, ദീനിൽ അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ ഇത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. മുൻഗാമികളായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ഇമാമുന ശാഫിഈ, ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അബൂ ഹനീഫ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും ഇത് പരിചയമില്ല. പിന്നെ ആര് ഇത് കൊണ്ടുവന്നു? ഈ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന സ്വഹാബികളെ തെറി വിളിക്കുന്ന, നമ്മുടെ ഉമ്മമാരായ അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിമാരെ മോശമായ കാര്യങ്ങൾ ആരോപിക്കുന്നു, ഷിയാക്കളിലെ റാഫിദികളിലെ തന്നെ നീചന്മാരായ ഫാത്തിമികൾ എന്ന് പറയുന്ന, ഉബൈദികൾ എന്നറിയപ്പെടുന്ന ഷിയാക്കളാണ് ഈ ആചാരം പിൽക്കാലത്ത് കൊണ്ടുവന്നത്. നോക്കണം നിങ്ങൾ, നമ്മുടെ നാടുകളിൽ ഈ തയ്യാറെടുക്കുന്ന ആഘോഷം ഇനി കുറച്ചു ദിവസങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണെന്ന് പറയുന്ന ഈ കാട്ടിക്കൂട്ടൽ സ്വഹാബത്തോ അല്ലാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആരത് പഠിപ്പിച്ചത്? സ്വഹാബികളുടെ ശത്രുക്കളായ, സ്വഹാബികൾ കൊലപ്പെടുത്തിയ ചതിയന്മാരായ നീചന്മാരായ റാഫിദികൾ, ഷിയാക്കളാണ് ഇത് പിൽക്കാലത്ത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയത് എന്ന് കൃത്യമായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഷിയാക്കളാണ് കടത്തിക്കൂട്ടിയത്, റാഫിദികളാണ് കടത്തിക്കൂട്ടിയത് എന്ന് ഏതെങ്കിലും വഹാബികൾ, സലഫികൾ പറഞ്ഞതല്ല. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബോ അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യയോ പറഞ്ഞതല്ല. ശാഫിഈ മദ്ഹബിൽ തന്നെ പ്രസിദ്ധനായ ഇമാം അൽ മഖ്രീസി അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, ദീനിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത ഈ പുത്തനാചാരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. ഇങ്ങനെ ഒരു കാര്യം ദീനിലില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന യഥാർത്ഥ സുന്നികൾ, യഥാർത്ഥ സുന്നത്തിന്റെ ആളുകൾ ഈ പറഞ്ഞത് നബി സ്നേഹമാണ് എന്നൊരിക്കലും അംഗീകരിച്ചു തരില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളൊന്നും സ്വീകരിക്കാത്ത, ഒരുവേള നിസ്കരിക്കാത്ത, മദ്യപിക്കുന്ന, വ്യഭിചരിക്കുന്ന, സകല തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരു റാലിയിൽ അണിനിരന്നാൽ അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന് അംഗീകരിച്ചു തരാൻ അല്ലാഹുവിന്റെ റസൂലിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഞങ്ങൾ അത് അംഗീകരിച്ചു തരില്ല. അതുകൊണ്ട് അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല. പല ആളുകൾക്ക് ഈ സത്യം അറിയാം, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നാലും അതിന്റെ കൂടെ കൂടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ മഹല്ലിൽ എല്ലാ ആളുകളും കൂടി ചേർന്ന് നടത്തുന്ന സന്തോഷകരമായ കാര്യമല്ല. ഞാൻ മാത്രം എങ്ങനെ മഹല്ലിലെ ആളുകളെ എതിർത്തുകൊണ്ട് ഞാൻ എങ്ങനെ വിട്ടുനിൽക്കും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സംഭവങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ ഒന്നും പഠിപ്പിക്കാത്ത ബിദ്അത്താണ്, ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എങ്ങനെ മഹല്ലിൽ നിന്ന് വിട്ടുനിൽക്കും? സഹോദരങ്ങളെ, ഇത് കാര്യം തമാശയല്ല. പരലോകത്തെ നിന്റെ ജീവിതത്തിനെ ബാധിക്കുന്ന ഗുരുതരമായ കാര്യമാണ്. സത്യം അറിഞ്ഞിട്ടും ഈ പറഞ്ഞ ബിദ്അത്തുകളിൽ നമ്മൾ സമ്മതം മൂളി അവരോടൊപ്പം കൂടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയെ നമ്മൾ കഠിനമായി പേടിക്കേണ്ടതുണ്ട്. സത്യം നമുക്ക് ബോധ്യപ്പെട്ടാൽ ഭൂരിഭാഗം ആളുകളിലേക്ക് നമ്മൾ നോക്കരുത്. കാരണം ഭൂരിഭാഗം ആളുകളും ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
വകസീറും മിൻഹും ഫാസിഖൂൻ, ജനങ്ങളിൽ അധിക പേരും ഫാസിഖീങ്ങളായിരിക്കും. വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലൂക അൻ സബീലില്ലാഹ്, ഭൂമിയിലുള്ള ഭൂരിഭാഗം ആളുകളെയും നോക്കി നീ നിന്റെ നിലപാട് ഉറപ്പിച്ചാൽ നിന്റെ മഹല്ലിലെ ആളുകൾ നിന്നെ വഴികേടിലേക്ക് എത്തിക്കും. അതുകൊണ്ട് സത്യം തിരിച്ചറിഞ്ഞാൽ, സത്യം മനസ്സിലായാൽ സഹോദരങ്ങളെ, പിന്നെ ഭൂരിഭാഗത്ത് നോക്കി നിലപാട് ഉറപ്പിക്കരുത്. ദീനിന്റെ കാര്യം തെളിവുകളെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്, പ്രമാണങ്ങളെയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പഠിപ്പിച്ചോ, സ്വഹാബത്ത് എന്ത് പ്രവർത്തിച്ചോ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ആചാരങ്ങളോ നാട്ടിലെ ശീലങ്ങളോ അല്ല നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, മധുര പലഹാരങ്ങൾ ഇതൊന്നും കഴിക്കാനോ അതൊന്നും സ്വീകരിക്കാനോ സഹോദരങ്ങളെ നമുക്ക് പാടില്ല. പല ആളുകളും പറയുന്നത്, നിങ്ങൾ ആഘോഷത്തിനൊക്കെ എതിർത്തു, എന്തിനാ ഭക്ഷണത്തിനോട് എന്തിനാ ശത്രുത? ഭക്ഷണം നല്ലതല്ലേ, ഭക്ഷണം എന്തിനാണ് നമ്മൾ നിരസിക്കുന്നത്? പാടില്ല സഹോദരങ്ങളെ. ഹറാമായ ബിദ്അത്ത്, ഇത്തരം അനാചാരങ്ങൾ, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട, അതിനുവേണ്ടി വിതരണം ചെയ്യപ്പെടുന്ന പലഹാരങ്ങൾ, ഭക്ഷണങ്ങൾ, അത് കഴിക്കൽ ഹറാമാണ്. അതുകൊണ്ട് ആ ഭക്ഷണങ്ങൾ വാങ്ങിക്കുവാനോ അത് സ്വീകരിക്കുവാനോ നമുക്ക് പാടില്ല. ഈ ഒരു ആഘോഷവുമായി യാതൊരു നിലക്കും നമുക്ക് ഒരു സമ്മതം ഉണ്ടാകുവാൻ, നമ്മളോട് ഒരു പങ്കാളിത്തം ഉണ്ടാകുവാൻ ഒരിക്കലും പാടില്ല. അത് ദീൻ കർശനമായി നമ്മളോട് വിലക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം ഏതാണ് എന്ന് മനസ്സിലാക്കുവാനും ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസത്യം ഏതാണ് എന്ന് മനസ്സിലാക്കുവാൻ, ആ സത്യത്തിനെ വർജിക്കുവാനുള്ള ആർജവവും ആണത്തവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله.